ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാണ്. ആ ടോപ്പിലോട്ട് മാച്ച് ചെയ്തിട്ടുള്ള ക്രഞ്ചീസും അതുപോലെ തന്നെ ഹെയർ ബോയും അലിക്കേറ്ററൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ക്ലോത്തൊക്കെ എടുത്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 7 ഇഞ്ച് നീളമാണ് വീതിയാണ് എടുത്തത്. നീളം 15 ഇഞ്ചാണ് കേട്ടോ. ഇതിനിപ്പം 6 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളമൊന്നും ആയാലും കുഴപ്പമില്ല. നമ്മളെ ക്ലോത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 1 ഇഞ്ച് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല. അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി ഈ ഒരു 3 ഇഞ്ചിൽ ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ നമുക്കൊരു പീസ് കൂടെ വേണം. അതിനൊരു 4 ഇഞ്ച് വീതിയും അതുപോലെ 5 ഇഞ്ചോ 4 ഇഞ്ചോ വീതി മതി. അപ്പോൾ നീളം 18-17 ഇഞ്ചിലൊക്കെ നീളത്തിൽ എനിക്ക് എടുക്കാം കേട്ടോ. മോൾ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതും ഈ മറ്റതുപോലെ തന്നെ എന്ത് ചെയ്യാം, രണ്ടായിട്ട് 18 ഇഞ്ച് നീളമാണ് കേട്ടോ, രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ഇഞ്ച് നീളത്തിൽ ഒരു എലാസ്റ്റിക്കാണ്. എലാസ്റ്റിക്കിൻ്റെ വീതി 1 ഇഞ്ച് 1.5 ഇഞ്ചിലൊക്കെ വീതിയിലെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത ക്ലോത്തൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടും തിരിച്ചിട്ടോ. ഞാനിവിടെ കത്രികയാണ് എടുത്തത്. ഇനി ഇതെന്ത് ചെയ്യണം, ഒന്ന് അയൺ ചെയ്ത് വരണം കേട്ടോ. സ്റ്റിച്ച് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം ഇതേപോലെ കേട്ടോ. പിന്നെ ഞാനൊരു കമ്പിയിൽ കുറച്ച് മുത്ത് കോർത്തെടുത്തിട്ടുണ്ട്. ഒരു ബോയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം എനിക്ക് എന്ത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഐഡിയ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ അയൺ ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെറിയ വീതി കുറഞ്ഞ പീസിലോട്ട് നമ്മളെ എലാസ്റ്റിക് ഒന്ന് കയറ്റിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മുഴുവനായിട്ട് കയറ്റിയെടുക്കുക. ഇതേപോലെ കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലും മനസ്സിലാവും. അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമ്മളെ വലിയ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഇതിങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ബോ ആണ് കേട്ടോ. അത് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ റെഡിമെയ്ഡ് സ്റ്റിച്ചിന് ഡ്രസ്സൊക്കെ ആണെങ്കിലും അതിൻ്റെ സ്ലീവൊന്നും കുട്ടികൾക്ക്, ചെറിയ മക്കൾക്ക് സ്ലീവിലൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സ്ലീവൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ള ഹെയർ ബോ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഹെയർ ബോ മാത്രമല്ല, നമ്മൾ 2 ക്രഞ്ചീസും ഹെയർ ബോയും ഒരു അലിക്കേറ്ററും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇനി വീഡിയോസൊക്കെ വരിക ഈ ചാനലിലാണ് കേട്ടോ. നമ്മളെ പഴയ ചാനലിൽ ഇനി വീഡിയോ ഒന്നും വരില്ല. ഇനിയെല്ലാം ഇതിലാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. പഴയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം അത് ഷെയർ ചെയ്യുക കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇനി ഇതിലാണ് വരിക. അപ്പോൾ ഈ ഒരു മുത്ത് വെച്ചിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്ത് വെച്ചും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ഒരു ഐഡിയ വെച്ച് ചെയ്തെന്നുള്ളൂ. ഇതേപോലെ ബോ ചെയ്തെടുക്കുക. പക്ഷേ ഇത് കസ്റ്റമർക്ക് ചെയ്താണ്. അവർക്ക് അങ്ങനെ മുത്ത് വേണ്ടാറുണ്ട്. ഞാൻ അവിടെ നിന്ന് അയച്ചെടുക്കുന്നുണ്ട്. അവർക്ക് പ്ലെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ക്രഞ്ചീസിനുള്ള ഒരു ബോ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബോയ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു സ്ക്വയർ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ മുത്ത് വെച്ചിട്ട് ഞാനൊന്ന് ടൈറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഏതെങ്കിലും ഐറ്റംസിന് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. അതുപോലെ തന്നെ കുറേ വീഡിയോ ഒക്കെ ഇടുന്നു മറ്റ് ചാനലിലൂടെ ആയിട്ട് മോളുണ്ടായതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവൾ കൂടെ ഉണ്ടാകുന്നു കേട്ടോ. ഇൻഷാല്ലാ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാ ക്രഞ്ചീസിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയിലൊക്കെ നിങ്ങൾക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ കയ്യിലെ ക്ലോത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. വീതിയിലാതെ ചെറിയൊരു ക്രഞ്ചീസാണ് ഉണ്ടാക്കുന്നത്. രണ്ടായി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് തിരിച്ചിടുക. സിമ്പിളായിട്ട് സാധാരണ നമ്മൾ നോർമൽ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. 4 ഇഞ്ച് നീളത്തിൽ അല്ലെങ്കിൽ 5 ഇഞ്ച് നീളത്തിലൊക്കെ ഒരു എലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ പറയുമ്പോൾ യൂണിഫോം ഷർട്ടും പാൻറ്റും കോട്ടൊക്കെ വൈകാതെ വിടുന്നതാണ്. ഇൻഷാല്ലാ ടൈമിൻ്റെ ഒരു ഇഷ്യൂസ് കാരണമാണ് വൈകിയിരുന്നത് തന്നെ. പഴയ ചാനൽ പലരും പറഞ്ഞിരുന്നു, പക്ഷേ ചാനൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഫോണൊക്കെ ഒന്ന് കേടായി, അതൊക്കെ ഇഷ്യൂസ് ആയതുകൊണ്ടാണ്. ഇൻഷാല്ലാ ഈ ചാനൽ
ഈ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വലുതാതെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ സെറ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റും. സ്ലീവ് അയച്ച് അവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്താണ് കേട്ടോ. ഒരു കസ്റ്റമർ പറഞ്ഞ് അവർക്ക് വേണ്ടി ചെയ്തതാണ്.